ഹലോ, ഇന്ന് ഞങ്ങൾ വലിയൊരു കാര്യത്തിന് പോവുകയാണ് കേട്ടോ. വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോവുകയാണ്. എന്താ എൻ്റെ ആൻവിക്കുട്ടിയുടെ ആദ്യത്തെ സിനിമയാണ്. ഇതുവരെ തിയേറ്ററിനകത്ത് മോളെ കയറ്റിയിട്ടില്ല. അവൾ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. പിന്നെ ഇതിൽ ബിബിനുമായിട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധമുണ്ട്. ഞാൻ ബിബിന് വാക്ക് കൊടുത്തതാണ് ഫസ്റ്റ് ഡേ കാണാമെന്ന്. പക്ഷേ എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ബിബിൻ എഴുത്ത് തുടങ്ങുന്ന കാലത്ത്, അതായത് സൂര്യ ടിവിയുടെ തുടക്കകാലത്ത് ഞാൻ ബിബിൻ എഴുതിയിട്ട് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ബിബിനോട് പറഞ്ഞു, മോനെ നിൻ്റെ എഴുത്തിനൊരു പ്രത്യേകതയുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും നീ രക്ഷപ്പെടും എന്ന്. അപ്പോൾ ബിബിൻ ആർട്ടിസ്റ്റായിട്ടും അല്ലാതെയും എഴുതിയിട്ടൊക്കെ കുറേ വന്നു. പക്ഷേ ഇത് ബിബിൻ തന്നെ എഴുതി, ബിബിൻ തന്നെ ഡയറക്റ്റ് ചെയ്ത്, ബിബിൻ തന്നെ അഭിനയിച്ചു കൊണ്ടുള്ള ഒരു സിനിമയാണ്. ബാക്കി ഞാൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, വാ. അങ്ങനെ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ കണ്ടു, വീട്ടിലെത്തി. വെടിക്കെട്ടൊരു വെടിക്കെട്ട് തന്നെ എൻ്റെ പൊന്നേ. എൻ്റെ ബിബിൻ, വിഷ്ണു, നിങ്ങളെ രണ്ടുപേരെയും നമസ്കരിക്കുന്നു സത്യമായിട്ടും. കാരണം കുഞ്ഞു പ്രായം മുതൽ അറിയുന്ന രണ്ട് മക്കൾ, കുഞ്ഞു മക്കളാണ് ഇവർ. തുടക്കകാലം മുതൽ വിഷ്ണു എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ബിബിൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അന്ന് ബിബിൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് മോനെ, ഒരു സ്റ്റാൻഡേർഡുള്ള സ്ക്രിപ്റ്റാണെന്ന് പറയുമായിരുന്നു. അത് സൂര്യ ടി വിയുടെ തുടക്കകാലത്ത്, ഒരുപാട് വർഷമായി. പക്ഷേ ബിബിൻ എഴുതിയ സിനിമകൾ ഇതിനു മുമ്പും വന്നു കണ്ടു. പക്ഷേ ബിബിൻ, വിഷ്ണു രണ്ടുപേരും എഴുതുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഇത് കണ്ടപ്പം തീർച്ചയായിട്ടും തുടക്കം ഫസ്റ്റ് ഡേ കാണണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇന്നാണ് കാണാൻ പറ്റിയത്. എൻ്റെ പൊന്ന് ബിബിനെ, വിഷ്ണു, നിങ്ങളെ രണ്ട് പേരും സിനിമയ്ക്കൊരു മുഖം ഉണ്ടായിരുന്നു. സുന്ദരന്മാരും ഭയങ്കര ഹൈറ്റും ഭയങ്കര ഇതും നല്ല ഗംഭീരമായി നടന്നു പോകുന്ന നല്ല സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് സിനിമ നായകന്മാർ എന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അടിച്ച് പൊളിച്ച് കൈ കൊടുത്തു. നിങ്ങളാണ് ഇനിയുള്ള കാലത്ത്, നിങ്ങളെ പോലുള്ളവരാണ് ഇനിയുള്ള കാലത്ത് ആർട്ടിസ്റ്റുകൾ എന്ന്. നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ സിനിമയിൽ തിയേറ്ററിൽ ആൾ കയറൂല എന്നൊക്കെ ഒരു വാക്കുണ്ട്. എല്ലാവരും പറയും, ഓയ് ആരാ ആർട്ടിസ്റ്റ്, മാർക്കറ്റ് വാല്യൂ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വെടിക്കെട്ട് കണ്ടപ്പോൾ, ദൈവമേ, ആ കഥക്ക് പറ്റിയ നമുക്കൊന്നും അറിയാത്ത കുറേ മുഖങ്ങൾ. എന്നാൽ എവിടെയൊക്കെ കോമഡിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മധുവിനെ കണ്ടു. അതായത് ബഡായി ബംഗ്ലാവ് എഴുതിക്കൊണ്ടിരുന്നത്. പണ്ട് ഞാനടക്കം 5 സ്റ്റാർ തട്ടുകട ചെയ്യുമ്പം പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. അപ്പം അദ്ദേഹത്തിനെ നമുക്കറിയാം, മറ്റാരെയും വലിയ പരിചയമില്ല. ഉണ്ണി, ബിബിൻ, മധു, ഇവരെ അല്ലാതെ മറ്റാരെയും വലിയ പരിചയമില്ല. പിന്നെ മഞ്ജു, കോമഡി ചെയ്യുന്ന മഞ്ജു, ആ ആർട്ടിസ്റ്റിന് പരിചയമുണ്ട്. മറ്റാരെയും വലിയ പരിചയമില്ല. പക്ഷേ കഥക്ക് പറ്റിയ ആർട്ടിസ്റ്റുകളെ നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ ഇത്രയും ഗംഭീരമായി ഡയറക്റ്റും ചെയ്തു, അഭിനയവും കൂടെ കൊണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ടത്, സിനിമ തുടങ്ങിയിട്ട് തീരുന്നത് വരെയും ആ ബ്രേക്കായ സമയത്ത് മനസ്സിന് എൻ്റെ അമ്മോ ഇനി അടുത്തത് എന്താണ് എന്ന് തോന്നി. പക്ഷേ ബ്രേക്ക് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും ഈശ്വരാ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ചില നേരത്തൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണീര് ഇവിടം വരെ എത്തു. അടുത്ത് നോക്കാം അങ്ങനെയുള്ളൊരിതായിരുന്നു. പിന്നെ ഹീറോയിൻ കുട്ടി, നമ്മൾ ശരിക്കും പറയാണ്, ഹീറോയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ കാസ്റ്റിങ്ങും ഇതും കോളും ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും ഗംഭീര സുന്ദരിമാരെയാ ഫോട്ടോ ചോദിക്കുക. പക്ഷേ ഇതിൽ കഴിവുള്ള കുട്ടിയെ, അതായത് വിഷ്ണുവിൻ്റെ സഹോദരിയായിട്ട് വിഷ്ണുവിൻ്റെ ആ കുടുംബത്തിന് ചേരുന്ന തരത്തിലുള്ള വളരെ പാവപ്പെട്ട ലുക്കുള്ള നല്ല ലക്ഷണമൊത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടെത്തി. പക്ഷേ ആ കുട്ടി ഉള്ളൂ. കാരണം എന്താ പറയേണ്ടത്, നിർമ്മാതാക്കൾ ഗോകുലം ഗോപാലൻ സാർ, ബാദുഷാ ആൻഡ് ഷിനോയ്. ഇതിലെനിക്ക് ഗോപാലേട്ടനെ അറിയാം, ബാദുവിനെ അറിയാം. ഷിനോയ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നത്, ഇതുപോലുള്ള സബ്ജക്റ്റുകൾ, ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ, ഇതുപോലുള്ള സിനിമകൾ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വന്നതിൽ രണ്ടാമതായി നിങ്ങളെയും നമസ്കരിക്കുകയാണ്. കാരണം ഭാവിയിൽ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വരണം. പബ്ലിക്കിനെ മനസ്സിലാക്കുന്ന തരത്തിൽ ജനങ്ങൾ ഹൃദയം, അതായത് പബ്ലിക്കിൻ്റെ ഹൃദയം, ജനങ്ങളിലുള്ള മനസ്സ്, ചെറുപ്പക്കാരുടെ മനസ്സ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പലരും പറയുമായിരുന്നു, ഞാനും പറയാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല ചെറുപ്പക്കാരും ബന്ധപ്പെടുമ്പോൾ, പെൺകുട്ടികൾ സ്നേഹിക്കുമ്പോഴും പ്രേമിച്ച് നടക്കുമ്പോഴും ഒക്കെ പറയും അതിചാദിക്കപ്പെടാനാണ് എന്ന്. ആദ്യം ഈ പെൺകുട്ടി എന്താ പറയേണ്ടത്, വളരെ പുച്ഛമായിട്ട് അവനെ പറയുമ്പോഴൊക്കെ ഓർക്കും, ആയി ഇവളെന്താ ഇങ്ങനെ എന്ന്. പക്ഷെ അറിയാം സിനിമ ആയതുകൊണ്ട് ക്ലൈമാക്സ് അങ്ങനെ വരില്ലെന്നറിയാം. പക്ഷേ അത് എന്താ പറയണ്ടത്,
പിന്നീട് എന്തുകൊണ്ട് എന്ന് കാണിക്കുമ്പോൾ, അതായത് എന്താ പറയേണ്ടത്, പഴംപൊരിയും ബീഫും അതിനകത്ത് കൊടുക്കുന്ന കാശിൽ എഴുതി വച്ചിരിക്കുന്ന പ്രേമം, ഓരോ സംഭവങ്ങളും ഇവള് പറഞ്ഞാണ് ഇവൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ കഥകളിലൂടെ എന്താ പറയേണ്ടത് വരുന്നത്, അടിയാവുന്നതും പ്രശ്നമാവുന്നതും ഇവളെ കല്യാണം വരുന്നതും ആരൊക്കെ വരുന്നുണ്ട് എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ ഇതിലാണ് എന്ന് പിന്നീട് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ദൈവമേ, ആ സ്ക്രിപ്റ്റിൻ്റെ ബുദ്ധി, സത്യമായിട്ടും ബിബിൻ്റെയും വിഷ്ണുവിൻ്റെയും ബുദ്ധി അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള കഥകൾ വരണം. ക്ലൈമാക്സ് ലാസ്റ്റ് വന്നപ്പോൾ അത് അതിലേറെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് പൊട്ടുന്ന ഹൃദയം നെഞ്ച് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിച്ച് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു, അതിനുശേഷം നമുക്കൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോഴുണ്ടാകുന്ന പുണ്യം ശരിക്കും അതൊന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, വല്ല ആക്സിഡൻ്റ് ആയിട്ടോ വേറെ എന്തൊക്കെ ആയിട്ടോ എങ്ങനെയെങ്കിലും ഇതായിട്ട് മരിച്ചു പോകുന്നവരുടെ അവയവം ഇങ്ങനെ ദാനം ചെയ്താൽ മറ്റുള്ളവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു പുണ്യമായിരിക്കില്ലേ? അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സബ്ജക്റ്റുകൾ, സിനിമയുടെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരുമ്പോൾ കാണുന്നവർക്കൊരു ചിന്തയുണ്ടാകും. ഞാനടക്കിപ്പോൾ ചിന്തിച്ചു, ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അത് കുറേ മുമ്പേ ചിന്തിച്ചതാണ്, ഞാൻ പറയും അത്. കാരണം വെറുതെ നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള, ഇത് എവിടെയൊക്കെ തിയേറ്ററിൽ റിലീസായെന്നറിയില്ല, കേരളത്തിലുള്ളവരും ദുബായിലുള്ളവരും അമേരിക്കയിലുള്ളവരും ലോകമുള്ള എല്ലാ മലയാളികളും ഈ സിനിമ കണ്ടേ പറ്റുള്ളൂ. കാണുന്നത് മാത്രമല്ല, നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ. കാരണം എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്, കാരണം കാണാനുള്ള സബ്ജക്റ്റ് ഇതിനകത്തുണ്ട്. ജനങ്ങൾ കണ്ട് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എല്ലാ ഹൃദയങ്ങളിലേക്കും എത്താനും എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള ഒരു സബ്ജക്റ്റ് ഇതിനകത്തുള്ളത് കൊണ്ട് എല്ലാവരും ഇത് കാണുക, മാക്സിമം ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് കാണണം. എങ്കിലേ നമ്മളെ മക്കളെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ പാരൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നു. നാളെ പിന്നീട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേണം എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ട് സാക്ഷാൽ ഒരു വെടിക്കെട്ട് തന്നെയാണ്. കേരളക്കരക്ക് ഇതൊരു ഗംഭീര വെടിക്കെട്ടായിരിക്കും.